നമസ്കാരം പ്രിയ കുട്ടികളെ, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ വിശദമായി പഠിച്ചിരുന്നു. രണ്ട് ഭാഗങ്ങളായിട്ട്, രണ്ട് പാർട്ടുകളായിട്ടാണ് നമ്മൾ പറഞ്ഞു തന്നത്. നേഷൻ ബിൽഡിംഗ് അല്ലേ? നമുക്ക് അത് പഠിച്ചാൽ മാത്രം പോരല്ലോ. അങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ, അത് നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ടോ എന്നും കൂടെ അറിയണ്ടേ. അതായത് നമ്മുടെ ഓർമ്മശക്തി നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം, നമ്മൾ എത്രമാത്രം നമുക്ക് കഴിവുണ്ടായിരുന്നു എന്നുള്ളത്. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ സമയത്ത്, അതായത് ഈ കാലഘട്ടത്തിൽ, സ്കൂളിൽ പോലും പോകാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് വ്യക്തമായി പഠിച്ചിട്ട് പോവുകയാണോ എങ്കിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മൾ എത്രമാത്രം മിടുക്കന്മാരായിരിക്കും, മിടുക്കുകളുമായിരിക്കും. ഞാനൊരു 35 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ ഈ 35 ക്വസ്റ്റ്യൻ്റെയും ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് ആൻസർ അയച്ചു കൊടുക്കുക. നിങ്ങൾ എത്രമാത്രം മിടുക്കരായിരുന്നു എന്ന് ടീച്ചേഴ്സ് മനസ്സിലാക്കട്ടെ. ചോദ്യത്തിന് അപ്പോൾ തന്നെ ഉത്തരം വേണം, സമയം കളയരുത്. ആദ്യം തന്നെ നിങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്തിയതിനു ശേഷം പിന്നീട് പുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ പിന്നീട് പറയുന്ന ആൻസറിൽ നിന്നോ നിങ്ങൾ കണ്ടെത്താറും. അല്ലാതെ ചോദ്യങ്ങൾ ചോദിച്ച ഉടനെ തന്നെ പുസ്തകം എടുത്ത് മറിച്ചിട്ട് ഉത്തരം നോക്കി അയച്ചു കൊടുക്കരുത്. ഈ ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. PSC പരീക്ഷകൾക്ക് അല്ലെങ്കിൽ നമ്മൾ സിവിൽ സർവീസ് പരീക്ഷയൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ളവർ കൂടുതൽ ശ്രദ്ധാപൂർവ്വം ഇതിനെ ശ്രദ്ധിക്കണം. കാരണം ചോദ്യങ്ങൾ അങ്ങനെയുള്ള തരത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സിവിൽ സർവീസോ PSCയോ പരീക്ഷകൾക്ക് എഴുതുന്ന കുട്ടികൾക്കും ഒക്കെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഇതിന്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണോ എങ്കിൽ നമുക്ക് സിവിൽ സർവീസും പല PSC പരീക്ഷകളും പാസ്സാക്കാൻ കഴിയും. അത് നിങ്ങൾ ആദ്യം അറിയുക. കാരണം അത്ര നമ്മൾ ഫസ്റ്റ് ഇയറിലെ കോൺസ്റ്റിറ്റ്യൂഷനും അതിന്റെ തിയറീസുകളും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഇയറിൽ പഠിക്കാൻ പോകുന്ന ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും അതുപോലെ തന്നെയാണെങ്കിൽ പിന്നെ അത് ഇന്റർനാഷണൽ പൊളിറ്റിക്സും ഒക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് ചെല്ലുന്നത്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത കടമ്പകളിലേക്ക് കടക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് സിവിൽ സർവീസും അതുപോലെ PSC ഒക്കെ കടന്ന് കയറാനായിട്ട് ഒരു പ്രയാസവും ഇല്ല. കാരണം ഇത് ബേസാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഉത്തരം നൽകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിടുക്കന്മാരാണ്, നിങ്ങൾ മിടുക്കികളാണ്. നമ്മൾ മിടുക്കന്മാരും മിടുക്കികളുമാകുവാൻ വേണ്ടി ഇതാ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ഞാൻ എളുപ്പം ചോദ്യങ്ങൾ പറഞ്ഞു പോകും, ഉത്തരം നിങ്ങൾ എഴുതുക. എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഉത്തരങ്ങൾ എഴുതട്ടെ. നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, റെഡി? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 1. Who was the first Prime Minister of Free India? ഒന്നുകൂടി പറയാം. Who was the first Prime Minister of Free India? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓക്കെ, എഴുതി കാണും. ക്വസ്റ്റ്യൻ നമ്പർ 2. നെഹ്റു അഡ്രസ്ഡ് എ സ്പെഷ്യൽ സെഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി that night of independence with a speech. Name that speech. Nehru addressed a special session of Constitutional Assembly that night of independence with a speech. Name that speech. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ 1947 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അതിനെ അറിയപ്പെടുന്ന പേര് എന്തെന്നാണ്? ഓക്കെ, എഴുതി കാണും. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻഡിപെൻഡൻറ്റ് ദാറ്റ് ഫേസ്ഡ് 3 kind of challenges are which or dash? ഇൻഡിപെൻഡൻ്റ് ഇന്ത്യ പ്രധാനമായും നേരിട്ട 3 വെല്ലുവിളികളുണ്ട്. അത് ഏതെല്ലാമാണ് എന്നുള്ളത്? ഇൻഡിപെൻഡൻ്റ് ഇന്ത്യ ഫേസ്ഡ് 3 kind of challenges. നെക്സ്റ്റ്, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഹു അഡ്വാൻസ്ഡ് ദ 2 nation തിയറി? ഹു അഡ്വാൻസ്ഡ് ദ 2 nation തിയറി? ഈ ഉത്തരം എഴുതുമ്പോൾ 2 കാര്യങ്ങൾ അതിനകത്തുണ്ടാകണം.
ആരായിരുന്നു ടു നേഷൻ തിയറി എന്ന ചിന്താഗതി ഉണ്ടാക്കിയത്? ക്വസ്റ്റ്യൻ നമ്പർ 5. ദ ഡിസിഷൻ ടു ഡിവൈഡ് ഇന്ത്യൻ ഇൻറ്റു 2 states, that is India and Pakistan, was based on the principles of dash. The decision to divide India into 2 states, India and Pakistan, based on the principles of dash. ഇന്ത്യ വിഭജിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും. ഏത് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭജനം നടന്നത്? ചോദ്യം 6. ഹു വാസ് ദ ലീഡർ ഓഫ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസസ്? NWFP. NWFP ഒരു ചുരുക്ക് എഴുത്താണ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസസിൻ്റെ. അതും ഒരുപക്ഷെ പരീക്ഷയിൽ ചോദിക്കാം. ആരായിരുന്നു നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിൻ്റെ, അതായത് NWFPയുടെ ലീഡർ? ക്വസ്റ്റ്യൻ നമ്പർ 7. റൈറ്റേഴ്സ്, പോയറ്റ്സ് ആൻഡ് ഫിലിം മേക്കേഴ്സ് ഇൻ ഇന്ത്യൻ ആൻഡ് പാകിസ്ഥാൻ ഷോക്കിംഗ്ലി ഡിസ്ക്രൈബ്ഡ് ഇൻ ദെയർ വർക്ക്സ് the suffering of these refugees. They use the term is dash. Writers, poets and filmmakers in Indian and Pakistan shockingly described in their works the suffering of these refugees. They based on the term is dash. അതായത് സാഹിത്യകാരന്മാർ, കലാകാരന്മാരുമൊക്കെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും വിഭജനം, അല്ലേ, ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാനെന്നും ഇന്ത്യയെന്നും 2 ഭാഗങ്ങളാക്കിയതിനെ, ആ വിഭജനത്തിൻ്റെ പ്രത്യാഘാതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാഹിത്യകാരന്മാർ ആ പ്രത്യാഘാതത്തെ അല്ലെങ്കിൽ ആ വിഭജനത്തിൻ്റെ ആ പാർട്ടീഷനെ വിളിച്ചിരുന്ന പേര് എന്താണ്? എന്ത് പേരിലാണ് അത് അറിയപ്പെടുന്നത്? ആ ടേം എന്താണ് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 8. മുസ്ലിം ലീഗ് വാസ് ഫോംഡ് ഇൻ ദ ഇയർ ഡാഷ്. മുസ്ലിം ലീഗ് വാസ് ഫോംഡ് ഇൻ ദി ഇയർ എന്നാണ് മുസ്ലിം ലീഗ് എന്ന പറയുന്ന പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ആർ ദ നോബിൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഗാന്ധിജി? ഗാന്ധിജിയുടെ ഒരു നോബിൾ പ്രിൻസിപ്പിൾസ് ഉണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ ആ നോബിൾ പ്രിൻസിപ്പിൾ, തത്വം എന്താണെന്നുള്ളത്? നമ്പർ 10. അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ഹൗ മെനി പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വെയർ ദെയർ? അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ഹൗ മെനി പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വെയർ ദെയർ? ഇന്ത്യ വിഭജിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഒന്നിക്കുന്ന കാലഘട്ടം ഉണ്ടല്ലോ, ഇൻഡിപെൻഡൻസിൻ്റെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ എത്ര പ്രിൻസ്ലി സ്റ്റേറ്റ്സുകൾ, നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, സൗരാഷ്ട്ര റീജിയൻ ഓഫ് ഗുജറാത്ത് ഹാഡ് ഹൗ മെനി സ്റ്റേറ്റ്സ് അറ്റ് ദാറ്റ് ടൈം? ഏത് ടൈമിലാണ്? ഇൻഡിപെൻഡൻസിൻ്റെ ആ ടൈമിൽ തന്നെ സൗരാഷ്ട്ര, ഗുജറാത്തിലാണ് ആ റീജിയൻ വരുന്നത്, സൗരാഷ്ട്ര എന്ന് പറയുന്ന ഗുജറാത്ത് റീജിയൻ. അതും ഒരു പക്ഷേ ചോദ്യങ്ങളായിട്ട് വരാം. അവിടെ എത്ര സ്റ്റേറ്റ്സുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്ന് പറയണം. സൗരാഷ്ട്ര റീജിയനിൽ എത്ര സ്റ്റേറ്റുകൾ ആ ടൈമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നാട്ടുരാജ്യങ്ങളുടെ ഒരു രീതിയാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര എണ്ണം ഉണ്ടായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തത്, ഹൗ വാസ് ദ ഇഷ്യൂസ് ഓഫ് ജുനഗഡ് റിസോൾവ്? ഹൗ വാസ് ദി ഇഷ്യൂസ് ഓഫ് ജുനഗഡ് റിസോൾവ്? ജുനഗഡിൻ്റെ പ്രശ്നം ഏത് തരത്തിലാണ് പരിഹരിക്കപ്പെട്ടത്? എന്ത് മെത്തേഡാണ് അവിടെ യൂസ് ചെയ്തതെന്നാണ് ആ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 13. വാട്ട് വാസ് ദ നെയിം ഗിവൺ ടു ദ റൂൾ ഓഫ് ഹൈദരാബാദ്? വാട്ട് വാസ് ദ നെയിം ഗിവൺ ടു ദ റൂൾ ഓഫ് ഹൈദരാബാദ്? ഹൈദരാബാദിലെ റൂളറിനെ വിളിച്ചിരുന്ന പേര് എന്താണെന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് എഗ്രിമെൻറ്റ് വാസ് സൈൻഡ് ബൈ നൈസാം ഓഫ് ഹൈദരാബാദ് വിത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ഇൻ നവംബർ 1947? 1947 നവംബർ മാസത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റും ഹൈദരാബാദിലെ ഭരണാധികാരിയും കൂടെ ചേർന്ന് ഒപ്പുവെച്ച എഗ്രിമെൻറ്റിനെ വിളിക്കുന്ന പേര് എന്ത്? 1947 നവംബർ മാസം. ആ ചോദ്യവും ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 15. ഹൂ വെയർ ദ മോസ്റ്റ് അഫക്റ്റഡ് പീപ്പിൾസ് ഓഫ് നൈസാം ഒപ്രസീവ് റൂൾ? ഹൂ വെയർ ദ മോസ്റ്റ് അഫക്റ്റഡ് പീപ്പിൾസ് ഓഫ് നൈസാംസ് ഒപ്രസീവ് റൂൾസ്? നൈസാമിൻ്റെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടായല്ലോ. അപ്പോൾ ആ പ്രശ്നത്തിന് ഏറ്റവും കൂടുതൽ വിഷയമുണ്ടായത് ഏത് ജനവിഭാഗങ്ങളുടെ കയ്യിൽ നിന്നാണ്? എന്തായിരുന്നു ആ വിഷയം?
ആരായിരുന്നു ഹൈദരാബാദ് നൈസാമിനെ കൂടുതലായി എതിർത്തിരുന്നത്? അതാണ് ആ ചോദ്യമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. വാട്ട് വാസ് ദ നെയിം ഓഫ് പാരാമിലിറ്ററി ഫോഴ്സ് ഓഫ് ദി നൈസാം? നൈസാമിനൊരു പട്ടാളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പട്ടാളത്തിൻ്റെ പേര് എന്താണെന്നാണ് ആ ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. ഹു വാസ് ദ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇൻ ഇന്ത്യ? ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 18. ഹു വെയർ ദ ട്രൈഡ് ടു കംപ്ലീറ്റ് ദെയർ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്? ഹു വെയർ ട്രൈഡ് ടു കംപ്ലീറ്റ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്? ആരൊക്കെയായിരുന്നു ഈ പ്രിൻസിലി സ്റ്റേറ്റ്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുൻകൈ എടുത്ത ആൾ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒറീസ ഹാഡ് ഹൗ മെനി സ്മാൾ സ്റ്റേറ്റ്സ് അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്? ഒറീസ ഹാഡ് ഹൗ മെനി സ്മാളർ സ്റ്റേറ്റ് അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്? ഇൻഡിപെൻഡൻ്റ് കാലയളവിൽ അല്ലെങ്കിൽ ആ ടൈമിൽ നമുക്കറിയാം നാട്ടുരാജ്യങ്ങളുടെ സംയോജനമൊക്കെ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഒറീസയിൽ ആ സമയത്ത് എത്ര സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എത്ര സ്റ്റേറ്റുകൾ ചേർന്നതായിരുന്നു അന്നത്തെ ഒറീസ? അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഒറീസയിൽ എത്ര സ്റ്റേറ്റുകൾ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വാസ് ദ ഡോക്യുമെൻറ്റ് എക്സ്പ്രസിംഗ് ദ വില്ലിങ്നെസ് ഓഫ് ദ പ്രിൻസിലി സ്റ്റേറ്റ് ടു ബിക്കം ദ പാർട്ട് ഓഫ് ഇന്ത്യൻ യൂണിയൻ? വിച്ച് വാസ് ദ ഡോക്യുമെൻറ്റ് എക്സ്പ്രസിംഗ് വില്ലിങ്നെസ് ദ പ്രിൻസിലി സ്റ്റേറ്റ് ടു ബിക്കം ദ പാർട്ട് ഓഫ് ഇന്ത്യൻ യൂണിയൻ? ഏത് ഡോക്യുമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിലേക്ക് നാട്ടുരാജ്യങ്ങൾ ചേരുന്നത്? ഒരു കരാറുണ്ടല്ലോ, അതിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ വാസ് ഹൈദരാബാദ് അസഷൻ ടു ഇന്ത്യ ടേക്ക് പ്ലേസ്? വെൻ വാസ് ഹൈദരാബാദ് അസഷൻ ടു ഇന്ത്യ ടേക്ക് പ്ലേസ്? ഇന്ത്യ ഹൈദരാബാദിലേക്ക് കടന്നു ചെല്ലുന്നത് അല്ലെങ്കിൽ അത് ഹൈദരാബാദിനെ കീഴടക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നാണ്, വർഷമാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് ഓപ്പറേഷൻ ഇസ് നോൺ ആസ് ഡാഷ്? ഹൈദരാബാദ് എൻ്റെയുടെ ഓപ്പറേഷൻ നോൺ ആസ് ഡാഷ്? ഹൈദരാബാദിലേക്ക് ഇന്ത്യ കടന്നുപോയി ഹൈദരാബാദിനെ ആക്രമിക്കുന്ന പിടിച്ചടക്കുന്ന ആ ഓപ്പറേഷനെ വിളിക്കുന്ന പേര് എന്ത് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. അടുത്ത ചോദ്യം. ഹു വാസ് ദ മഹാരാജ ഓഫ് മണിപ്പൂർ? മണിപ്പൂരിൻ്റെ മഹാരാജാവ് ആരായിരുന്നു? ഹു വാസ് ദ മഹാരാജ ഓഫ് മണിപ്പൂർ? മണിപ്പൂരിൻ്റെ മഹാരാജാവ് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. വെൻ ഡിഡ് മഹാരാജ ഹെൽഡ് ഇലക്ഷൻ ഇൻ മണിപ്പൂർ? വെൻ ഡിഡ് മഹാരാജ ഹെൽഡ് ഇലക്ഷൻ ഇൻ മണിപ്പൂർ? എന്നാണ് മഹാരാജാവ് മണിപ്പൂരിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഡിഡ് ദ മഹാരാജ ഓഫ് മണിപ്പൂർ സൈൻഡ് എ മെർജർ എഗ്രിമെൻറ്റ് വിത്ത് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? വെൻ ഡിഡ് ദ മഹാരാജ ഓഫ് മണിപ്പൂർ സൈൻഡ് എ മെർജർ എഗ്രിമെൻറ്റ് വിത്ത് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് മണിപ്പൂർ മഹാരാജാവ് എന്നാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രാൻസ്ഫർ ഓഫ് പവർ. ദിസ് ബുക്ക് വാസ് റിട്ടൺ ബൈ അല്ലെങ്കിൽ റോട്ട് ബൈ? ട്രാൻസ്ഫർ ഓഫ് പവർ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ട്രാൻസ്ഫർ ഓഫ് പവർ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഡാഷ് ഇയർ ദ സെഷൻ ഓഫ് കോൺഗ്രസ് decided to recognize Indian National Congress on linguistic basis? In dash year, the dash session, അതും കൂടെ ചേർക്കണം, the dash session of Congress decided to recognize the Indian National Congress on linguistic basis. അതായത് ഒരു സമ്മേളനത്തിൽ വെച്ച് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കാമെന്ന ഇതിന് അംഗീകാരം നൽകിയത്? അടുത്ത ക്വസ്റ്റ്യൻ. ഹു വാസ് ദ പോറ്റി ശ്രീരാമലു? പോറ്റി ശ്രീരാമലു ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പോറ്റി ശ്രീരാമലു ആരാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വെൻ ഡിഡ് ദ പ്രൈം മിനിസ്റ്റർ അനൗൺസ്ഡ് ഫോർ എ ഫോർമേഷൻ ഓഫ് സെപ്പറേറ്റ് ആന്ധ്ര? ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതെന്ന് പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിച്ചത് എന്ന് ഏത് മാസം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ അപ്പോയിൻറ്റഡ് ദ സ്റ്റേറ്റ്സ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ? എന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തത്? വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 31, വെൻ വാസ് ദ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് പാസ്ഡ്? വെൻ വാസ് ദ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് പാസ്ഡ് എന്നാണ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കിയത്? ആ പാസ്സാക്കിയതിൻ്റെ അതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടെ ഉണ്ടാകണം. എത്ര സ്റ്റേറ്റുകളായിരുന്നു അന്ന് പാസ്സാക്കിയതിനകത്ത് വരുന്നത്? എത്ര സ്റ്റേറ്റുകൾ, എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടെന്നും കൂടെ എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32ാമത്തെ, ഹു വാസ് ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ? മെമ്പേഴ്സും കൂടെ കിടക്കട്ടെ. ഹു വാസ് ദ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ? ആരായിരുന്നു സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ്റെ ചെയർമാനും മെമ്പർമാരും? അതിനകത്തുള്ള അംഗങ്ങളും 3 പേരാണെന്ന് നമുക്കറിയാം അല്ലേ? അതാരൊക്കെയാണെന്നുള്ളതാണ്. ചെയർമാൻ്റെ പേര് പ്രത്യേകിച്ച് അറിയണം, മെമ്പർമാരുടെയും പേര് നമ്മൾ അറിയേണ്ടതാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 33, ടുഡേ ഹൗ മെനി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ? ഇന്ന് എത്ര സ്റ്റേറ്റുകൾ ഇന്ത്യൻ യൂണിയന് ഉണ്ട്, എത്ര യൂണിയൻ ടെറിട്ടറീസും ഇന്ന് ഈ നിമിഷം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ യൂണിയൻ ടെറിട്ടറീസിൻ്റെയും സ്റ്റേറ്റിൻ്റെയും സംസ്ഥാനങ്ങളുടെയും എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 34, ദ ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ദ ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ആദ്യത്തെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 35, വിച്ച് പ്ലേസ് വെയർ ഇലക്ഷൻ വാസ് കണ്ടക്റ്റഡ് ഓൺ ദ ബേസ് ഓഫ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? വിച്ച് പ്ലേസ് വെയർ ഇലക്ഷൻ വാസ് കണ്ടക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? ഏത് സ്ഥലത്താണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നടന്നത്? ആദ്യത്തെ ഇലക്ഷൻ ആണല്ലോ ഇന്ത്യയിലെ തന്നെ ആദ്യമായി ഏത് സ്ഥലത്താണ് ഇലക്ഷൻ നടന്നത്? ആ സ്ഥലം ഏതാണെന്നുള്ളതാണ് എഴുതേണ്ടത്. പ്രിയമുള്ള കുട്ടികളെ, 35 ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ മുന്നിലേക്ക് നിരന്ന് വന്നു കഴിഞ്ഞു അല്ലേ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിന് ആൻസറുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്ര എണ്ണത്തിന് നിങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്? നമുക്ക് അതൊന്ന് പരിശോധിക്കണം അല്ലേ? ശരി, ആൻസറുകൾ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക്. ഞാൻ 1, 2, 3, 4 എന്ന് പറയുന്ന നമ്പറുകൾ അനുസരിച്ച് ആൻസറുകൾ പറയും. ആ ആൻസറുകൾ നിങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ചു നോക്കും. ഓക്കെ, നിങ്ങൾക്ക് എത്ര ശരികൾ കിട്ടി എനിക്ക് കമന്റ് ചെയ്യുക, നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഓരോ കമന്റുകളും നിങ്ങളുടെ പഠനത്തോടും അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്നതിനോടും നിങ്ങൾ കാണിക്കുന്ന ആഭിമുഖ്യം എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കുവാനും കൂടി എനിക്കും കൂടെ സഹായകമാകും. എല്ലാവരും വളരെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. പ്രിയ കുട്ടികളെ, നമുക്ക് നന്നായി തന്നെ അടുത്ത ക്ലാസ്സുകളിലേക്കും പോകാം. അപ്പോൾ ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്
നെക്സ്റ്റ് ടൈം. അതുവരേക്കും നന്ദി, നല്ല നമസ്കാരം.